ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യരായ സ്നേഹിതർക്കും സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിസ്തുല്യമായ പ്രഭാതവന്ദനം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിക്കാം. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെക്കുറിച്ച് നിങ്ങളെ എഴുതിയറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരുമ്പോഴേ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ. ഇവിടെ 2 കാര്യങ്ങൾ പൗലോസ് നിഷേധാത്മകമായിട്ട് പറയുകയാണ്. 1, നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. 2, നിങ്ങൾ അറിയുന്നുവല്ലോ. അവർക്ക് അറിയാൻ ഒരു കാര്യം പറയുന്നു, അവർക്ക് അറിയാവുന്ന ഒരു കാര്യം പറയുന്നു, മറ്റ് ഒരു കാര്യം അവരെ എഴുതിയറിയിപ്പാൻ ആവശ്യമില്ലാത്തൊരു കാര്യം പറയുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ 2 കാര്യങ്ങളും അറിയാം. 1, കാലങ്ങളെയും സമയങ്ങളെക്കുറിച്ചും അവർക്കറിയാം. 2, കർത്താവിന്റെ നാൾ എങ്ങനെ വരുന്നു എന്നുള്ളത് അവർക്കറിയാം. തുടർന്ന് കർത്താവിന്റെ നാളിനെ കുറിച്ചുള്ളതായ വിശദീകരണങ്ങൾ കൊടുത്തതിന് ശേഷം അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയുന്നത് നമുക്ക് വായിക്കാം. ഇവിടെ പറയാണ് കാലങ്ങളെയും സമയങ്ങളെക്കുറിച്ച്. കാലത്തിന്റെ 2 പ്രത്യേകതകളാണ് പൗലോസ് പറയുന്നത്. കാലം എന്നുള്ളത് അതിന്റെ അളവിനെയാണ്, അല്ലെങ്കിൽ കാല ദൈർഘ്യത്തെയാണ് കാണിക്കുന്നത്. കാലത്തിന്റെ ആ ദൈർഘ്യം, കാലത്തിന്റെ വിസ്തൃതി. സമയങ്ങൾ എന്ന് പറയുമ്പോൾ ആ സമയത്തിന്റെ പ്രത്യേകതകൾ, കാലത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കാലത്തിന്റെ ദൈർഘ്യത്തെക്കുറിച്ചും ആയിരിക്കുന്ന കാലത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും നാം മനസ്സിലാക്കണം. കർത്താവ് പറയുന്നുണ്ടല്ലോ, നമ്മൾ മത്തായി 24:42 മുതൽ 46 വരെ, നിങ്ങളുടെ യജമാനൻ അഥവാ കർത്താവ് മനുഷ്യപുത്രൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയായതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കണം. മാത്രമല്ല, തുടർന്നുവരും പറയുന്നു, നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. മാത്രമല്ല, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിറവേറി കാണണം. എന്ന് പറഞ്ഞാൽ ആയിരിക്കുന്ന സമയത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കുക, ആയിരിക്കുന്ന സമയത്തിന്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കുക, കാലത്തിന്റെ ദൈർഘ്യത്തെക്കുറിച്ച് ബോധമാകുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാലം വളരെ ചുരുക്കമാണ് എന്ന് മനസ്സിലാക്കുവാനും ആ കാലത്തിൽ പരമാവധി കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി പ്രയത്നിപ്പാനും കർത്താവിനോടായിട്ട് ഒരുങ്ങിയിരിപ്പാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കാം. എഫേസ്യർ 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ടല്ലോ, ഈ ദുഷ്കാലമാകയാൽ, എന്ന് പറഞ്ഞാൽ പിശാച് വാഴുന്ന കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിനോട് എതിർത്ത് നിൽക്കണം. പിശാച് നമ്മുടെ കാലത്തെ അവന്റെ മഹത്വത്തിനായിട്ട് മാറ്റാൻ പാടില്ല. നമ്മുടെ കാലം ദൈവമഹത്വത്തിനായിട്ട് നാം ഉപയോഗിക്കണം. പിശാച് വളരെ തന്ത്രശാലിയാണ്. അവൻ നമ്മുടെ സമയത്തെ നാം അറിയാതെ തന്നെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം അവന് ഇഷ്ടമുള്ളതിൽ മാറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാലത്തെക്കുറിച്ചും മാത്രമല്ല, നാം ആയിരിക്കുന്ന സമയത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. അന്ത്യകാലമാണ്, അതിക്രമം പെരുകുന്ന കാലമാണ്, ദൈവത്തിന്റെ ന്യായവിധി വരാനായിട്ട് അധികം താമസമില്ലാത്ത കാലമാണ്.
അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ കഴിയണം. അതാണ് പൗലോസ് ഈ കാര്യം തെസ്സലോനിക്കരെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കാലത്തിന്റെയും സമയത്തിന്റെയും പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ ജീവിക്കുവാൻ കഴിയണം. സമയത്തെ വീണ്ടെടുക്കുവാൻ കഴിയണം. സമയത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണം. ദൈവമക്കളുടെ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇവിടെ അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിന്റെ വെളിച്ചത്തിലാണ് ആ സമയത്തിന് ദൈവമുമ്പാകെ പ്രതിഫലം ലഭിക്കുന്നത്. സമയം പാഴാക്കി കളഞ്ഞാൽ നിത്യതയിൽ നഷ്ടത്തിന് കാരണമായി തീരും. അതുകൊണ്ട് നമ്മുടെ സമയം പ്രാർത്ഥനയ്ക്കും ദൈവവചന പഠനത്തിനും ആത്മീയ ശുശ്രൂഷകൾക്കും കർത്താവിന്റെ വേലയ്ക്കുമൊക്കെ ആയിട്ട് മാറ്റിവെക്കണം. നമ്മുടെ ജോലിയും നമ്മുടെ കുടുംബജീവിതവും അതുപോലെ തന്നെ ആത്മീയ കൂട്ടായ്മകളും ഒക്കെ നാം അതിൻ്റെ മുൻഗണനാ ക്രമത്തിൽ കാണണം. നമ്മുടെ കർത്താവിനോട് ഒത്തൊരുമിച്ചുള്ള സമയം, ആ പ്രാർത്ഥനയ്ക്കും വചന പഠനത്തിനുമുള്ളതായ സമയം മറ്റൊന്നും അപഹരിക്കുവാൻ പാടില്ല. നമ്മുടെ മൊബൈലോ ടിവിയോ സാമൂഹ്യ മാധ്യമങ്ങളോ ഒന്നും നമ്മുടെ കർത്താവിനോടൊരുമിച്ച സമയത്തെ അപഹരിക്കാതെ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ കഴിയേണ്ടതാണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ സമയം ചെലവഴിക്കുമ്പോൾ ഈ ജഡത്തിനത് താല്പര്യമുള്ള കാര്യമാണ്. എന്നാൽ കർത്താവിനത് താല്പര്യമുള്ളതല്ല. ആ ജഡത്തെ നമുക്ക് പോരാടി ജയിക്കാൻ കഴിയണം. മറ്റൊരു കാര്യം കർത്താവിന്റെ നാളിനെ കുറിച്ചാണ്. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിന് ശേഷം നടക്കുന്ന ഒരു കാര്യമാണ് ഈ കർത്താവിന്റെ നാള്. കർത്താവിന്റെ നാള് എന്ന് പറയുമ്പോൾ കർത്താവിന്റെ വിശുദ്ധിയും കർത്താവിന്റെ ശക്തിയും വെളിപ്പെടുന്ന ഒരു കാലഘട്ടത്തെയാണ് കർത്താവിന്റെ നാള് എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനത്തെയും ലോകജാതികളെയും ന്യായം വിധിക്കുന്നതായ ഒരു സമയം. അത് ഒരു ദിവസം എന്ന് പറയുമ്പോൾ അതൊരു പീരീഡാണ്. നമുക്കറിയാം, അത് 7 വർഷത്തെ മഹാപീഡനത്തെ കർത്താവിന്റെ നാളെന്ന് പറയാൻ കഴിയും. ദൈവത്തിന്റെ മേൽ ന്യായവിധി ലോകത്തിന്റെ മേൽ ഇറങ്ങി വരുന്ന ആ സമയം. അതുപോലെ അതിനുശേഷം വരുന്ന 1000 ആണ്ട് വാഴ്ച, അതും കർത്താവിന്റെ നാളിന്റെ അനുഗ്രഹത്തിന്റെ നാളാണ്. അപ്പോൾ കർത്താവ് പ്രവർത്തിക്കുന്നതായ ഒരു കാലഘട്ടമാണ് കർത്താവിന്റെ നാള്. അതെപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. രാത്രിയിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കാ സമയത്ത് കർത്താവ് മധ്യാകാശത്തിൽ വന്ന് സഭയെ ചേർക്കും. അതിനുശേഷം കർത്താവിന്റെ നാള് അഥവാ ദൈവത്തിന്റെ ക്രോധം, ന്യായവിധി, പാപത്തിന്റെ മേൽ, ലോകത്തിന്റെ അനീതിയുടെ മേൽ, ലോകത്തിന്റെ ദൈവത്തോടുള്ളതായ ആ മത്സരത്തിന്മേൽ, ദൈവകൽപ്പനകളെ ലംഘിച്ച് ദൈവത്തോട് മത്സരിക്കുന്ന ലോകത്തിന്റെ മേൽ ദൈവം ന്യായവിധി ഒഴിക്കുന്ന, ന്യായവിധിയുടെ ക്രോധ കലശങ്ങളും ന്യായവിധിയുടെ വലിയ ആ ന്യായവിധിയുടെ പെരുമഴ ഇറങ്ങി വരുന്നതായ ഒരു സമയമാണ് വരാൻ പോകുന്നത്. അവർക്ക് ഇപ്പോൾ ലോകത്തിലെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് സമാധാനം ഉണ്ടാക്കാനായിട്ടൊക്കെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ താൽക്കാലികമാണ്. നമുക്കറിയാം, ഒരിടത്തും സമാധാനം ഇല്ല. മനുഷ്യനെ കൊണ്ട് സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. സമാധാന ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുന്നു. അങ്ങനെ കർത്താവിന്റെ നാള് വരുന്നു. ആ ന്യായവിധി വരാൻ പോവുകയാണ്, ലോകത്തിന്റെ മേൽ വരാൻ പോവുകയാണ്. അതുകൊണ്ട് ദൈവമക്കൾ എന്ത് ചെയ്യണം? അവരുടെ സമയം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ അപൂർത്തിക്ക് വേണ്ടി, കർത്താവിനെ സ്വീകരിപ്പാനായിട്ട് ഒരുങ്ങുവാൻ വേണ്ടി നമ്മുടെ സമയത്തെയും നമ്മുടെ ഊർജത്തെയും നമുക്കുള്ളതിനെല്ലാം ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.